കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. ആദർശം നയനയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് കല്യാണം വിളിക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ കല്യാണം വിളിച്ച് നന്ദുവിനെ കുറച്ച് ഉപദേശിച്ചിട്ടൊക്കെയാണ് നയനെ അവിടെ നിന്ന് ഇറങ്ങണത് തന്നെ. ഈ സമയത്ത് ഗോവിന്ദനും ഭയങ്കര സന്തോഷമായി, നയനെ ആദർശം വന്നല്ലോ. അത് മാത്രമല്ല നന്ദുവിനെ കുറച്ച് ഉപദേശിക്കുകയൊക്കെ ചെയ്തു. ഒരു പക്ഷേങ്കിലും നന്ദുവിന്റെ സ്വഭാവത്തിൽ ഇപ്പം നല്ല മാറ്റമുണ്ട്. അത് നയനെ പറഞ്ഞുകൊണ്ടൊക്കെ ആയിരിക്കും, ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നോണ്ടായിരിക്കും എന്ന് ഗോവിന്ദനും വിചാരിക്കുന്നുണ്ട്. പിന്നീട് ഗോവിന്ദനോട് പറഞ്ഞു, എന്നാൽ ശരിയാച്ചാ ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവരവിടെ നിന്ന് ഇറങ്ങുവാണ്. ഈ സമയം നന്ദു വല്ലാത്ത ടെൻഷനിലായിരുന്നു. ഒരു പക്ഷേങ്കിൽ തൻ്റെ ചേച്ചിയുടെ ആദർശേൻ്റെ ജീവിതം ഇപ്പോഴും സേഫ് ആയിട്ടില്ല. തൻ്റെ ചേച്ചി ഒത്തിരിയധികം കിടന്ന് ബുദ്ധിമുട്ടുന്നുണ്ട് അവിടെ. ഒരു പക്ഷേങ്കിൽ അനിയുടെ മനസ്സിൽ ഇപ്പോഴും വേദനയാന്നാ പറഞ്ഞേ. പക്ഷെ തനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അനാമികയായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുക. ഇനിയിപ്പോൾ താനായിട്ട് ഒരിക്കലും അവൻ്റെ വിലങ്ങുതടിയായിട്ട് അങ്ങോട്ട് ചെല്ലില്ല. തൻ്റെ ചേച്ചിമാരുടെ ജീവിതം പോലെ തന്നെയായിരിക്കും താനങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ തൻ്റെ ജീവിതം. അതൊരിക്കലും പാടില്ല. അത് മാത്രമല്ല, ഇനിയിപ്പം അവൾ അനാമികേനെ ആ കുടുംബത്തിലുള്ള എല്ലാവരും, അനന്തപുരിയിൽ എല്ലാവരും മരുമകളായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞു. അപ്പം അതിൻ്റെ ഇടയ്ക്കേക്ക് താനൊരു തീരാനോവായിട്ട് ഒരിക്കലും കയറി ചെല്ലല്ല. അങ്ങനെ ഒരു ചിന്തയൊക്കെ നന്ദുവിന് മനസ്സിലുണ്ടാകുക. വിഷമമുണ്ട് എങ്കിൽ പോലും വേണ്ട, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചുള്ള ചിന്തകളെ മനസ്സിൽ വേണ്ട. അതൊക്കെ പാടെ ഉപേക്ഷിച്ച് പഠിച്ച് നല്ലൊരു ജോലി വാങ്ങണം ചേച്ചി പറഞ്ഞാലേ, അത് മാത്രമാണ് തൻ്റെ ഇനിയിപ്പോൾ ലക്ഷ്യം എന്നൊക്കെ നന്ദു മനസ്സിൽ വിചാരിക്കുകയാണ്. പക്ഷെ അങ്ങനെ വിചാരിച്ചാലും നന്ദുവിൻ്റെ മനസ്സിന് കോണിൽ അനി ഇങ്ങനെ നിറഞ്ഞിരിക്കുക. എത്രയൊക്കെ അവനെ മറക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതേപടി തന്നെ മനസ്സിലേക്ക് അത് വീണ്ടും വീണ്ടും ആ കാര്യം കയറി വന്നുകൊണ്ടിരിക്കുക. ഈ സമയത്ത് ദേവേനി ഭയങ്കര ടെൻഷനിലിരിക്കുക. ദേവേനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആദർശിന്ന് ലീവ് എടുത്തുകൊണ്ട് അവളെ കൊണ്ട് പുറത്തു പോയിരിക്കുന്നു, അതും കല്യാണം ക്ഷണിക്കാനായിട്ട്. ഈ സമയത്താണ് ജലജ അങ്ങോട്ട് വരുന്നത്. ജലജയ്ക്ക് പണ്ടേ ഉള്ളൊരു സ്വഭാവമാണല്ലോ, എവിടെയായാലും ഒരു തീപ്പൊരി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ആളി കത്തിക്കാണ്ട് ശ്രമിക്കത്തുള്ളൂ. ജലജ വന്നിട്ട് ചോദിച്ചു, അല്ല ഇന്ന് നയനയും കൊണ്ട് ആദർശ് പോയേക്ക നല്ല ഏട്ടത്തിന്ന് ചോദിക്കുക. ആദർശ് അങ്ങനെ പറഞ്ഞു, അല്ല വേണമെങ്കിൽ ഏട്ടത്തിനെയും കൊണ്ട് അവന് കല്യാണം ക്ഷണിക്കാനൊക്കെ പോവായിരുന്നല്ലോ, എന്താ ഏട്ടത്തിനെ വിളിക്കായിരുന്നേ, നയനയും കൂട്ടിക്കൊണ്ട് പോയത്? ഓ അതാണോ? അതിപ്പെന്ന് പറഞ്ഞാൽ അവന്റെ കൂട്ടുകാരെയൊക്കെ വിളിക്കാൻ പോയതല്ലേ എന്നും പറഞ്ഞിട്ട് നയനെ കൂട്ടിക്കൊണ്ട് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഇതൊന്നും അല്ലെന്നേ. ശരിക്കും പറഞ്ഞാൽ അവളെ കൊണ്ട് പുറത്തൊന്ന് ചുറ്റിയടിക്കാനായിട്ട് പോയതാ. ഇന്ന് സിനിമ കാണാനൊക്കെ ആയിരിക്കും പോയത്. പുറത്തൊന്ന് ഫുഡൊക്കെ കഴിച്ച ഇന്നാളത്തെ പോലെ ഇന്നാളെ പ്രാവശ്യം രാത്രി വന്നില്ലേ, അപ്പൊ അതുപോലെ തന്നെ അന്ന് ഏട്ടത്തി വഴക്ക് പറഞ്ഞുകൊണ്ട് ഇന്നും മിക്കവാറും പകല് പോയേക്കുന്ന. എന്നിട്ട് പറയുകയും ചെയ്യും കല്യാണം വിളിക്കാൻ പോയതെന്ന്. കാര്യമുണ്ടല്ലോ, ആ പേര് പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങാലോ എന്ന് പറയാം. ഇത് ചേട്ടൻ ദേവേനെ പറഞ്ഞേ അങ്ങനെയൊന്നും എൻ്റെ ആദർശമോൻ ചെയ്യത്തില്ലെന്ന് പറയാം. ചെയ്യത്തില്ല പോലും. എന്നിട്ടാണ് അന്ന് പാതിരാത്രി കയറി വന്നത്. ഏട്ടത്തി ഇവിടെ നോക്കിയിരുന്നോളം പറയാം. ഇതേട്ടപ്പം ദേവേനെ പറഞ്ഞതേ ആദർശം സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിൽ അവളോടെ അത് ആദർശിന്റെ മുത്തശ്ശിന് വേണ്ടിയിട്ട് മാത്രമാ. ഓഹോ, അതിന് മാത്രം സ്നേഹം കാണിക്കേണ്ട ആവശ്യമുണ്ടോ? നീ എന്താ ജലജയെ പറയണേ? അച്ഛൻ്റെ അസുഖത്തെക്കുറിച്ച് നിനക്ക് നന്നായിട്ട് അറിയാവുന്നല്ലേ. അച്ഛന് ചെറിയ അസുഖമൊന്നുമല്ല. ഡോക്ടർ പറഞ്ഞേക്കുന്ന എന്താ, ഇരിക്കുന്നിടത്തോളം കാലം നല്ല സന്തോഷം കൊടുക്കണമെന്നാ. ഒരു പക്ഷേങ്കിൽ അവളുടെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അച്ഛനെ ഇഷ്ടപ്പെടില്ല, അച്ഛന് സങ്കടം വരും. അപ്പൊ ആ ഒരു മനപ്രയാസം ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ് ആദർശ് അവളെ സ്നേഹിക്കുന്നതായിട്ട് ഭാവിച്ച് കൂടെ നിർത്തുന്നത്. അല്ലാതെ അവളോട് സ്നേഹമൊന്നും ഉണ്ടായിട്ടല്ലെന്ന് പറയും. പിന്നെ ഇത് ഏട്ടത്തി എന്നോട് പറയണം. എന്നിട്ടാണോ അവള് വീട്ടിൽ പോയി നിന്ന് കഴിഞ്ഞപ്പം അച്ഛനും അമ്മയും പോലും അറിയാതെ ആദർശ് പോയി കൂട്ടിക്കൊണ്ട് വന്നേന്ന് ചോദിക്കാം. അല്ലാതെ പിന്നെ അവന്റെ മുത്തച്ഛന്റെ മനസ്സിൽ വേദനയുണ്ടെന്ന് അവന് തോന്നിക്കണം, അതുകൊണ്ടായിരിക്കും അറിയാം. പിന്നെ വേദന പോലും അതേപോലും അവളെ കാണാൻ പറ്റാത്തതുകൊണ്ടാ. ശരിക്കും പറഞ്ഞാല് ഇപ്പം ആദർശ് നയനയുടെ അടിമയായിട്ട് അപ്പൊ ജീവിക്കണമെന്ന് പറയാം. ഇത് കേട്ടോ ദേവേനെ വെറുതെ അനാവശ്യം പറയത് കേട്ടോ ജലജ നീ എന്ന് പറയാണ്. ഓ ഞാൻ അനാവശ്യം പറഞ്ഞൊന്നുമല്ല, ഉള്ള കാര്യമാണ് പറഞ്ഞേ. അല്ലെങ്കിൽ ഏട്ടത്തിക്ക് സംശയം ഉണ്ടായിരുന്നു, ഏട്ടത്തി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, എനിക്കൊരു മരുമോളുണ്ട്. അവൾ എന്ത് പറഞ്ഞാലും അതെല്ലാം അനുസരിക്കേണ്ട അവസ്ഥ എനിക്കിപ്പം. അങ്ങനെയാണല്ലോ എനിക്ക് കിട്ടിയ ഉത്തരവ്. അവളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കണം. എന്ത് വേണമെന്ന് പറഞ്ഞാലും അതൊക്കെ വാങ്ങി എടുത്തും കൊടുക്കണം. ഇനിയിപ്പോൾ ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും. ഇനിയിപ്പോൾ നയനെ പ്രഗ്നന്റും കൂടി ആയിട്ടുണ്ടെങ്കിൽ ഏട്ടത്തിൻ്റെ അവസ്ഥ ഇത് തന്നെയായിരിക്കും. ഏട്ടത്തെ അവളെ ശുശ്രൂഷിക്കേണ്ടതായിട്ട് വരുമെന്ന് പറയാം. ഇത് കേട്ടതും ദേവേനെ പിന്നെ അതിനെന്നെ കിട്ടിയത് തന്നെ. ഈ ദേവേനെ രണ്ടാമതും ജനിക്കണം. നീ വേണമെങ്കിൽ നിന്റെ മരുമോളുടെ അടിമയായിട്ട് ജീവിച്ചോ, പക്ഷെ ഈ ദേവേനെ അതിനൊന്നും കിട്ടത്തില്ല. അങ്ങനെയുണ്ടെങ്കിൽ ഈ ദേവേനെ എപ്പം മരിച്ചെന്ന് ചോദിച്ചാൽ മതി. ഇത് കേട്ടതും ജലജ പറഞ്ഞു, അതെ അച്ഛൻ കൽപ്പിച്ചു കഴിയുമ്പോൾ ഏട്ടത്തി തന്നെ അനുസരിച്ചോളൂ എന്ന് പറയാണ്. ഇതും പറഞ്ഞിട്ട് ജലജി അങ്ങോട്ട് പോവാ. ഈ സമയം ദേവാനിക്ക് വല്ലാത്ത സങ്കടവും ദേഷ്യമൊക്കെ വന്നു. ഒരു പക്ഷേങ്കിൽ അവൾ പ്രഗ്നന്റും കൂടെ ആയിട്ടുണ്ടെങ്കിൽ തൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമോ മിക്കവാറും അച്ഛൻ പറയും അവളുടെ കാര്യങ്ങളൊക്കെ താൻ നോക്കണമെന്ന്. അവൾ മിക്കവാറും കാലും കയറ്റി വെച്ചിരിക്കുള്ളൂ. ഇപ്പോഴത്തേനല്ലേ അവൾ പകരം വീട്ടും. പിന്നെ താൻ അവൾക്ക് വെച്ചുണ്ടായി കൊടുക്കേണ്ടി വരും. എൻ്റെ ഭഗവാനെ അങ്ങനെ ഒരു അവസ്ഥയൊന്നും ഉണ്ടാക്കരുതെന്ന് ഓർത്തിട്ട് തല പുകഞ്ഞ് ദേവേനെ ഇരിക്കുവാണ്. ഇങ്ങോട്ട് വരട്ടെ ആദർശ്. അപ്പൊ അതിപ്പോ അവനോട് പറയണം, ഇനി മേലാൽ അവളെയും കൂട്ടി പുറത്ത് പോരാന്ന്.
അല്ലെങ്കിൽ ഇപ്പൊ പുറത്തു പോകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? അവന് കല്യാണം വിളിക്കുകയാണെങ്കിൽ വിളിച്ചിട്ട് അങ്ങോട്ട് വന്നാൽ പോരെ? അതിന് അവളെ പൊയ്ക്കൊണ്ട് പിടിച്ച് പോയിരിക്കുന്നു നാട്ടുകാരെ മൊത്തം കാണിക്കാനായിട്ട് എന്ന് പറഞ്ഞ് ദേവേനെ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞ് അവിടെ ഇരിക്കുവാണ്. ഈ സമയത്ത് വീട്ടിൽ നിന്ന് ആദർശം നയനം കൂടെ ഇറങ്ങുക. ഈ സമയത്ത് നയന പറഞ്ഞു, ഒരു പക്ഷേങ്കിൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടുണ്ടായിരിക്കില്ല എന്നെ കൂട്ടിക്കൊണ്ട് ആദർശേട്ടൻ പുറത്തേക്ക് പോകുന്നു പറയണം. അതിനെന്താ? അല്ല, ശരിക്കും ചെല്ലുന്ന കഴിയുമ്പത്തേനും വീട്ടിൽ ചെന്ന് കഴിയുമ്പത്തേനും മിക്കവാറും അമ്മ എന്തെങ്കിലും പറയാൻ ചാൻസ് ഉണ്ടെന്ന് പറയാം. അതൊന്നും നീ മൈൻഡാക്കേണ്ട കാര്യമില്ല, അമ്മയോട് ഞാൻ പറഞ്ഞോളാം. വിവാഹം ക്ഷണിക്കാൻ പോയതാന്ന്, ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കാൻ പോയതാന്ന്. പിന്നെ നിനക്കും പറയാലോ, നിനക്ക് കല്യാണിയും കിരണനെയൊക്കെ വിവാഹം ക്ഷണിക്കാലോ എന്ന് പറയാം. അതൊക്കെ ശരി തന്നെ ആദർശേട്ടാ, പക്ഷേങ്കിൽ അമ്മയുടെ മുന്നിൽ ചെന്ന് കഴിയുമ്പോൾ ആദർശേട്ടൻ മുട്ടു കുറയ്ക്കുമെന്ന് പറയാം. അത് പിന്നെയെന്ന് ചോദിച്ചാൽ, അതെ, അമ്മമാരെ മക്കൾക്ക് ഇച്ചിരി പേടി നല്ല. ഇത് കേട്ടപ്പോൾ നേരെ പറഞ്ഞ് പേടിയൊക്കെ നല്ലതാ, പക്ഷെ ഇത് ഇച്ചിരി ഓവറാന്ന് പറയണം. ഇതിന് മാത്രം എന്താ പേടിക്കാതിരിക്കണേ? അമ്മയുടെ മുഖത്ത് നോക്കിയിട്ടുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ എന്താ കുഴപ്പം? അതെന്താന്ന് വെച്ചാലേ, അമ്മയ്ക്ക് ഞാൻ ഒറ്റ മോനാ, ചെറുപ്പം മുതൽ എന്നെ അങ്ങനെ വളർത്തിക്കൊണ്ട് വന്നേ. എനിക്ക് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഉള്ളതുകൊണ്ട് അമ്മ അത്ര കൊഞ്ചിച്ച് എന്നെ വളർത്തിക്കൊണ്ട് വന്നേ. അതുകൊണ്ട് അമ്മയ്ക്കൊരു പേടിയുണ്ട്, അത് ഇഷ്ടം കൊണ്ടുള്ള പേടിയാണ്. ഒരു പക്ഷേങ്കിൽ അമ്മയോടുള്ള എൻ്റെ സ്നേഹം കുറഞ്ഞു പോവോ, നീ എന്നെ തട്ടിയെടുക്കുമെന്നൊക്കെ ഉള്ളത്. ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു, അതെനിക്ക് നേരത്തെ മനസ്സിലാക്കുന്ന കാര്യം ആദർശേട്ടാ. ഈ കുടുംബത്തിലേക്ക് വന്ന് കയറിയപ്പോൾ തന്നെ മനസ്സിലായതാ. അതിനിപ്പോൾ ആദർശേട്ടൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലെന്ന് പറയാ. ഈ സമയം ആദർശ് പറഞ്ഞു, ഈ ഒറ്റപുത്രന്മാരുള്ള വീട്ടിലെല്ലാം ഒരുമാതിരി സംഭവിക്കുന്ന കാര്യങ്ങൾ ഇത് തന്നെയാണ്. കാരണം അമ്മമാർക്ക് മകനെ വിട്ടുകൊടുക്കാൻ ഭയങ്കര മടിയായിരിക്കും. കല്യാണം കഴിഞ്ഞ് വന്നു കഴിയുമ്പം ഭാര്യയോട് കൂടുതൽ സ്നേഹം കാണിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല. ഇത് എൻ്റെ മാത്രമല്ല, പല വീടുകളിലും സംഭവിക്കുന്നതെന്ന് പറയാ. നയന പറഞ്ഞു, അത് ശരി തന്നെയാ, പക്ഷേ എങ്കിൽ അവര് വിചാരിക്കുന്നില്ല ഭാര്യയാണ്, അവർക്ക് കിട്ടേണ്ട സ്നേഹം അവർക്ക് കൊടുക്കണം എന്നൊക്കെയുള്ളത്. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും നീ ടെൻഷൻ അടിക്കണം, നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിച്ചാലെന്ന് നിൽക്കാം. അത് വേണ്ട, കുറച്ച് മുമ്പല്ലേ നമ്മൾ കഴിച്ചേ. അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇങ്ങനെയൊക്കെ പുറത്തിറങ്ങുമ്പോഴല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. നീ വാന്നും പറഞ്ഞുകൊണ്ട് നയനയും വിളിച്ചുകൊണ്ട് റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. എന്നിട്ട് നയനയ്ക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. നയന പറഞ്ഞു, മുമ്പേ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്ന ഇങ്ങനെ ആദർശനോടൊപ്പം പുറത്ത് വരണം എന്നൊക്കെയല്ലേ. ഈ സമയം ആദർശ് ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും വാങ്ങാൻ എന്തെങ്കിലും ഉണ്ടോ? എനിക്കൊന്നും വാങ്ങാനൊന്നുമില്ല. അല്ല, കല്യാണത്തിന് വേണ്ടിയിട്ട് ഇനി എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വാങ്ങാനുണ്ടെ പറഞ്ഞാൽ മതി എന്ന് പറയാം. എന്ത് വേണം ഞാൻ വാങ്ങിച്ചോന്നോളെന്ന് പറയാം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല ആദർശേട്ടാ, ഇനിയിപ്പോൾ എല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുക്കുന്ന കൊടുത്ത് നമുക്ക് ഡ്രസ്സ് എടുത്താൽ മതിയല്ലോ എന്ന് പറയാം. അത് കേട്ടപ്പോൾ ആദർശ് പറഞ്ഞു, നീ അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കൊന്നും വേണ്ട. നീ കാരണം കമ്പനിക്ക് എത്ര കോടി രൂപയുടെ ലാഭം ഉണ്ടായെന്നറിയാവോ? അതുകൊണ്ട് എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി, അത് ഞാൻ വാങ്ങിച്ചെന്നോളെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു, എനിക്ക് എൻ്റെ ആവശ്യമൊന്നുമില്ല, അറിയാലോ, എനിക്ക് ഈ സാരിയോടോ അല്ലെങ്കിൽ ഡ്രസ്സിനോടോ സ്വർണ്ണത്തോടോ ഒന്നും ഒരു താല്പര്യമില്ല. അതൊക്കെയുള്ള എൻ്റെ ചേച്ചിക്കാണ്. പക്ഷെ എങ്കിൽ ചേച്ചിക്ക് ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നുമില്ല, ചേച്ചി ഒത്തിരി ഒതുങ്ങിയിട്ടുണ്ടെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ആദർശ് പറഞ്ഞു, ഈ മാറ്റം നേരത്തെ ഉണ്ടാവുമായിരുന്നെങ്കിൽ അതുകൊണ്ട് കാര്യം ഉണ്ടായിരുന്നു പറയാം. അങ്ങനെ പറയരുത് ആദർശേട്ടാ, ഒരു പക്ഷേങ്കിൽ ചേച്ചിക്ക് ഇപ്പോഴായിരിക്കും ചേച്ചിയുടെ തെറ്റുകളൊക്കെ മനസ്സിലാകും, അതുകൊണ്ടാന്ന് പറയാം. ആദർശ് പറഞ്ഞു, തെറ്റുകളൊക്കെ മനസ്സിലായി, ഇനിയെങ്കിലും നന്നായാൽ മതിയായിരുന്നു, ഇനി ആ പഴയ സ്വഭാവത്തിലേക്ക് മടങ്ങിപ്പോയിരുന്നാൽ മതിയായിരുന്നു പറയാം. പിന്നീട് അവര് കല്യാണമൊക്കെ വിളിച്ച് വീട്ടിലേക്ക് വരുവാണ്. ഈ സമയം ദേവേനെ ടെൻഷൻ അടിച്ചിരിക്കുക. അപ്പൊ കനക ശ്രദ്ധിച്ചു ദേവേനെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നതൊക്കെ. കനകയ്ക്ക് മനസ്സിലായി, ഒരു പക്ഷേങ്കിലും നയനമോളെയും കൊണ്ട് പുറത്തു പോയത് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് ദേവേനയുടെ ഈ ടെൻഷൻ. കനക അങ്ങോട്ട് വന്ന് ദേവേനെ അടിച്ചു, എന്ത് പറ്റി, എന്താ ദേവൻ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കണം നിൽക്കും? അതെ, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, പിന്നെ എന്തേലും കാര്യം ഉണ്ടേ പോലും നിന്റെ മോള് കാണണമെന്ന് പറയാണ്. എന്റെ മോളോ? അവൾ എന്ത് തെറ്റ് ചെയ്യുന്ന? അവളൊരു തെറ്റും ചെയ്തില്ല പോലും. അവൾ ഈ കുടുംബത്തിലേക്ക് എന്ന് വലതുകാലം വെച്ച് കയറിയ അന്ന് തുടങ്ങിയത് ഈ കുടുംബത്തിന്റെ കഷ്ടകാലം എന്ന് പറയണം. അതെ, ഇപ്പൊ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? അവള് കാരണം ഈ കുടുംബത്തിന് നല്ല കാര്യം ഉണ്ടായിട്ടുണ്ടെന്നല്ലേ ഇപ്പൊ ആദർശേന്റെ അച്ഛനും മുത്തശ്ശനും ഒക്കെ പറയണേ നിൽക്കും. അവരങ്ങനെയൊക്കെ പറയും, പക്ഷെ ഒരു കാരണവശാലും ഞാൻ അങ്ങനെ പറയത്തില്ലെന്ന് പറയാം. അവൾ ഈ വീട്ടിലേക്ക് വന്നേ കയറിയതിന് ശേഷം ഈ നാശങ്ങളൊക്കെ ഉണ്ടായെന്ന് പറയാം. എൻ്റെ മകനെ പോലും എനിക്കിപ്പം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയെന്ന് പറയാം. ഇത് കേട്ടത് കനക പറഞ്ഞു, അതെങ്ങനെ ശരിയാവും? കല്യാണം കഴിഞ്ഞല്ലേ? കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നയനയുടെ ഭർത്താവല്ലേ ആദർശ്, അപ്പൊ നയനയുടെ കാര്യങ്ങളൊക്കെ നോക്കേണ്ട ആളെ ആദർശല്ലേ. പിന്നെ എന്തിനാ എപ്പം നോക്കിയാലും ദേവേന് അവളെ മാത്രം ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന ചോദിക്കുക. ദേ, കൂടുതൽ എനിക്ക് നിന്നോടൊന്നും പറയാനില്ല, കടന്നു പൊക്ക എൻ്റെ കൺമുനിന്ന്, അല്ലെങ്കിൽ തന്നെ മനുഷ്യനോട് ഭ്രാന്തി പിടിച്ചിരിക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് ദേവേനെ അങ്ങോട്ട് കേട്ട് ദേഷ്യപ്പെടുവാണ്. ഈ സമയത്താണ് മൂർത്തി മുത്തശ്ശനും വസനാമ്മയും കൂടെ അങ്ങോട്ട് ഇറങ്ങി വരുന്നേ. ദേവേനയുടെ നിപ്പ് കണ്ടപ്പോ, എന്താ ദേവേനി, നിന്റെ മുഖത്തൊരു കടന്നല കുത്തി പോലെ ഉണ്ടല്ലോ എന്ന് മുത്തശ്ശി ചോദിക്കുകയാണ്. ഒന്നുമില്ല. എന്താ പെട്ടെന്ന് കനവ് പറഞ്ഞതേ, ആദർശമോനും നയനമോളും കൂടെ പുറത്ത് പോയേണ്ടതാണ്. ഓഹോ, അങ്ങനെയാണോ? എന്റെ ദേവേനി, നീ ഈ കുടുംബത്തിലേക്ക് വന്നതിന് ശേഷം നീയും ജയനും കൂടെ എത്രയോ വട്ടം പുറത്തേക്ക് പോയിക്കുന്നു. എന്തെങ്കിലും ആവശ്യമാണ് നീ അവനെ കൂട്ടിക്കൊണ്ട് പുറത്ത് പോകാറില്ലേ? ഞങ്ങൾ എന്തെങ്കിലും നിന്നോട് ചോദിക്കാറുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങോട്ട് ഇവിടെ നിൽക്കുന്നുണ്ടല്ലേ, അമ്മ നിൽക്കുന്നുണ്ടല്ലേ, നിന്റെ അമ്മ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ, എന്ന് വരെയെങ്കിലും ഒരു മുഖം കറുപ്പിച്ചൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ നിന്നോട് പുറത്ത് പോകല്ലേ, ജയൻ്റെ കൂടെ പുറത്ത് പോകലെന്നൊക്കെ? നിങ്ങൾ പോകുന്നു നീക്ക് ഇഷ്ടമുള്ള സമയത്ത് വരുന്നു, അവൻ ഒരു വാക്ക് പോലും പറയാൻ വന്നിട്ടില്ല. ഇപ്പൊ നീ എന്തിനാ പിന്നെ അവന്റെ കാര്യത്തിൽ ഇത്രമാത്രം വിഷമിക്കണേ?
അവനവന്റെ ഭാര്യനെ കൊണ്ടല്ലേ പുറത്ത് പോയേക്കുന്നേ, വെറുതെ കാര്യം കൊണ്ടൊന്നും അല്ലോന്ന് പറയണം. ഇത് കേട്ടപ്പോ ദേവേനെ പറഞ്ഞു, ഇവിടെ എന്തുമാത്രം ജോലിയുള്ളതാ, പിന്നെ അവളെയും കൊണ്ട് പോകേണ്ട ആവശ്യമുണ്ടെന്ന് നിൽക്കും. ഓ, ജോലിയുണ്ട്, അതിനിവിടെ ഇത്രമാത്രം ആൾക്കാരുണ്ടല്ലോ, ജോലി ചെയ്താൽ എന്താ കുഴപ്പം? അല്ലെങ്കിൽ അവൾ ഈ വീട്ടിൽ നിന്ന് പോയ സമയത്ത് ഈ വീട്ടിലെ ജോലികളൊക്കെ നടന്നില്ലേ, പിന്നെ എന്താ കുഴപ്പമെന്ന് ചോദിക്കുകയാണ്. ദേവേനയ്ക്ക് ഉത്തരം മുട്ടി. എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ദേവേനെ നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. നാളെ ഫുൾ വിശേഷം വന്ന് കഴിയുമ്പോൾ അറിയാം. ഇനിയിപ്പൊ ദേവേനയ്ക്ക് സമനില തെറ്റിയിട്ട് എന്തൊക്കെ കാണിച്ചു കൂട്ടുമെന്നൊക്കെയുള്ളത്, അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.